നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് BJPയും DYFIയും വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ, പ്രതിഷേധമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഉയർത്തിയിരുന്നു. MLA-യെ മണ്ഡലത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല, വ്യക്തിപരമായ പരിപാടികൾക്ക് പങ്കെടുക്കാം, മറിച്ച് MLA എന്ന രീതിയിൽ പാലക്കാട് മണ്ഡലത്തിൽ ഒരു പരിപാടിയിലും പങ്കെടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അനുവദിക്കില്ല എന്നതടക്കമുള്ള വെല്ലുവിളികൾ, പ്രതിഷേധമൊക്കെയാണ് BJPയുടെയും അതുപോലെ തന്നെ LDF DYFIയുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഈ ആരോപണങ്ങൾ ഉയർന്ന സമയത്തുണ്ടായിരുന്നു. നമ്മൾ രാഷ്ട്രീയ കേരളം അത് കണ്ട കാഴ്ചയാണ്. ഒരുപാട് പ്രതിഷേധം BJPയുടെ ഭാഗത്തുണ്ടായത്. പ്രത്യേകിച്ച് BJP വലിയ രീതിയിലുള്ള നിലപാടെടുത്തതാണ്. ഒരു MLA എന്ന രീതിയിൽ പാലക്കാട് കാലുകുത്താനോ ഇവിടുത്തെ പരിപാടിയിൽ പങ്കെടുക്കാനോ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുവദിക്കില്ല എന്ന വെല്ലുവിളി, കനത്ത വെല്ലുവിളി തന്നെയാണ് ഈ BJP ഉയർത്തിയത്. പ്രത്യേകിച്ച് BJP നേതാവ് പ്രശാന്ത് ശിവൻ അടക്കമുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇത്തരത്തിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്, ബലാത്സംഗം ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിച്ചതാണ്. കഴിഞ്ഞ ദിവസം വളരെ വിഭിന്നമായൊരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. അതായത് പ്രശാന്ത് ശിവനും രാഹുൽ മാങ്കൂട്ടത്തിലും ഒരേ പരിപാടിയിൽ എത്തിയിരിക്കുകയാണ്. അതായത് ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം പാലക്കാട് നിന്ന് പൊള്ളാച്ചിയിലേക്കുള്ള മെമു സർവീസ് കഴിഞ്ഞ ദിവസം ഓടിത്തുടങ്ങി. നമുക്കറിയാവുന്നതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയിരുന്നു. കൊച്ചിയിൽ വന്നു. അദ്ദേഹം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് തറക്കല്ലിട്ടു. അതുപോലെ തന്നെ ചില സർവീസുകൾക്ക് ഫ്ലാഗ് ഓഫ് നടത്തി. അത്തരത്തിലൊന്നാണ് പാലക്കാട് നിന്ന് പൊള്ളാച്ചിയിലേക്കുള്ള മെമു സർവീസിൻ്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ചത്. അപ്പോൾ പാലക്കാട് നിന്നും പൊള്ളാച്ചിയിലേക്കുള്ള ആദ്യ സർവീസിൻ്റെ ഇനാഗുറേഷന് പരിപാടിയിൽ പങ്കെടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എത്തിയിരുന്നു. പ്രശാന്ത് ശിവനും അവിടെ എത്തി എന്നതാണ് ഏറ്റവും പ്രധാനം. അതായത് MLA വന്ന് വിളക്ക് കൊളുത്തി അത് ഉദ്ഘാടനം ചെയ്തു. മാത്രമല്ല BJP നേതാക്കൾ ആദ്യ സർവീസിൽ ട്രെയിനിനുള്ളിൽ യാത്ര ചെയ്തു. അത്തരത്തിൽ പാലക്കാട് MLA-ക്കൊപ്പം ഒരു പരിപാടിയിൽ BJP നേതാക്കൾ ഒന്നിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായി. അതായത് ആരാണോ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു MLA എന്ന രീതിയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന വെല്ലുവിളികൾ ഉയർത്തിയത്, അതേ വ്യക്തികൾ അദ്ദേഹത്തിനോടൊപ്പം പിന്നീട് വർഷങ്ങൾ പോലുമായിട്ടില്ല, മാസങ്ങൾക്കിപ്പുറം ഒരേ പരിപാടിയിൽ ഒന്നിച്ചെത്തി പങ്കെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം, ഏറ്റവും ശ്രദ്ധേയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഉച്ചയ്ക്ക് വീഡിയോ കോൺഫറൻസ് വഴിയാണ് ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിലൂടെയാണ് തമിഴ്നാട്ടിലെ പ്രമുഖ വ്യാപാര കേന്ദ്രമായ പൊള്ളാച്ചിയിലേക്ക് പാലക്കാട് നിന്നും ട്രെയിൻ സർവീസ് തുടങ്ങിയത്. കഴിഞ്ഞ ദിവസമാണ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഈ റൂട്ടിൽ ട്രെയിൻ അനുവദിച്ച വിവരം സുരേഷ് ഗോപി അറിയിച്ചത്. ആയിരക്കണക്കിന് യാത്രക്കാർക്ക് ഏറെ അനുഗ്രഹമാവും ഈ ട്രെയിൻ. മാത്രമല്ല വ്യാപാര, തീർത്ഥാടന, കാർഷിക മേഖലകൾക്ക് ഏറെ പ്രയോജനപ്രദമാകും. 06623/06624 പാലക്കാട് പൊള്ളാച്ചി മെമു ആഴ്ചയിൽ 5 ദിവസമാണ് സർവീസ് നടത്തുക. ഉദ്ഘാടന ദിവസമായ ഇന്നലെ ഉച്ചയ്ക്ക് 1:15 പാലക്കാട് നിന്ന് ആദ്യ സർവീസ് തുടങ്ങിയത്. ആ പരിപാടിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യും അതുപോലെ പ്രശാന്ത് ശിവൻ അടക്കമുള്ള BJP നേതാക്കളും പങ്കെടുത്തത്. പാലക്കാട് ടൗൺ, പുതുനഗരം, കൊല്ലങ്കോട്, മുതലമട, മീനാക്ഷിപുരം, ആനമലൈ റോഡ് എന്നിവിടങ്ങളാണ് സ്റ്റോപ്പുകൾ ഉണ്ടായിരിക്കുക. എന്തായാലും ഈ വെല്ലുവിളികൾ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളികൾ ഉയർത്തിയവർ, പ്രതിഷേധങ്ങൾ ഉയർത്തിയവർ ഒരുമിച്ച് ഒരേ വേദിയിൽ എത്തുന്ന ഒരു അപൂർവ നിമിഷം കഴിഞ്ഞ ദിവസം ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനം. കഴിഞ്ഞ ദിവസങ്ങൾ നമുക്കറിയാം, ഈ വിവാദങ്ങളോടൊക്കെ അനുബന്ധിച്ച് പ്രശാന്ത് ശിവൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിലായിട്ട് വന്ന വിമർശനം വടകരയിലെ ഫ്ലാറ്റുമായി ബന്ധപ്പെട്ടുള്ള ചില പരാമർശങ്ങൾ, അതിന് ചോദ്യം ചെയ്ത് പ്രശാന്ത് ശിവൻ രംഗത്ത് വന്നിരുന്നു. വടകരയിൽ ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ സംരക്ഷകൻ എന്ന ചോദ്യം ഉയർത്തി പ്രശാന്ത് ശിവൻ രംഗത്ത് വന്നിരുന്നു. FIR-ലുള്ള വടകരയിലെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തണമെന്ന ആവശ്യമായിരുന്നു പ്രശാന്ത് ശിവൻ മുന്നോട്ട് വെച്ചത്. ആരുടെ ഉടമസ്ഥതയിലാണ് ഫ്ളാറ്റ് ഉള്ളതെന്ന് കണ്ടെത്തണമെന്നും പ്രശാന്ത് ശിവൻ ആവശ്യപ്പെട്ടു. അതിജീവിതമാരെ അധിക്ഷേപിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും പ്രശാന്ത് ശിവന്റെ വിമർശനം. വടകരയിൽ രാഹുലിന് ഫ്ളാറ്റ് ഉണ്ടോ എന്ന് അന്വേഷിക്കണം, ഇല്ലെങ്കിൽ ആരുടെ ഫ്ളാറ്റിലേക്കാണ് രാഹുൽ ആ പരാതിക്കാരികളിൽ ഒരാളെ ക്ഷണിച്ചത്, വടകരയിൽ ആരാണ് രാഹുലിനെ സംരക്ഷിക്കാനായി ഉള്ളതെന്ന് പോലീസ് കൃത്യമായി അന്വേഷിക്കണമെന്നതടക്കമുള്ള ആവശ്യം പ്രശാന്ത് ശിവൻ മുന്നോട്ട് വെച്ചിരുന്നു. രാഹുൽ തങ്ങളോട് മോശമായി പെരുമാറിയെന്ന് യൂത്ത് കോൺഗ്രസിലെ വനിതാ പ്രവർത്തകർ തന്നെ അന്നത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായ ഷാഫി പറമ്പിലിനോട് പറഞ്ഞിരുന്നു. എന്നാൽ രാഹുലിന് സംരക്ഷണം ഒരുക്കുന്ന നടപടിയാണ് സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നായിരുന്നു പ്രശാന്ത് ശിവന്റെ പ്രധാന വിമർശനം. നേരത്തെ രാഹുൽ അതിജീവിതയെ വടകരയിലെ ഫ്ളാറ്റിലേക്ക് ക്ഷണിച്ചതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതോടെയാണ് വിഷയത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി പ്രശാന്ത് ശിവൻ രംഗത്തെത്തിയത്. മാത്രമല്ല, ഷാഫി പറമ്പിലിനെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒഴിവാക്കി കോൺഗ്രസ് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്ന് വ്യക്തമായതായി BJP പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ വിമർശിച്ചിരുന്നു. അതായത് രാഹുൽ ഇവിടെ പാലക്കാട് എത്തിയ സമയത്ത്, വോട്ട് ചെയ്യാൻ എത്തിയ സമയത്ത് അദ്ദേഹത്തിന് ബൊക്ക കൊടുത്തുകൊണ്ടാണ് ചിലർ സ്വീകരിച്ചത്. കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരാണ് അത്തരത്തിൽ ബൊക്ക കൊടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ സ്വീകരിച്ചത്.
ഷാഫിയെയും രാഹുലിനെയും ഒന്നും ഒഴിവാക്കി കോൺഗ്രസ് പാർട്ടിക്ക് പോകാൻ സാധിക്കില്ല എന്നത് ഒരിക്കൽ കൂടി ബോധ്യം വന്നിരിക്കുകയാണ്. ഈ നാട്ടിലെ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണ് കോൺഗ്രസ്സുകാർ ചെയ്യുന്നത്. ഒരു വശത്ത് രാഹുലിനെ പുറത്താക്കിയെന്ന് പറയുന്നു, അതേസമയത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ ഒക്കെ തന്നെ രാഹുലിനെ സ്വീകരിക്കുന്ന കാഴ്ചയും കാണുന്നുവെന്നും പ്രശാന്ത് ശിവൻ വിമർശിച്ചു. രാഹുൽ MLA സ്ഥാനം രാജിവെക്കുന്നതുവരെ BJP പ്രതിഷേധിക്കുമെന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. ഒളിവിൽ കഴിയുന്നതിനുൾപ്പെടെ കോൺഗ്രസിന്റെ ഒത്താശ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കോൺഗ്രസിലെ നേതാക്കന്മാർ തന്നെയാണ് അദ്ദേഹത്തിനൊപ്പം ഉള്ളത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചതെന്നും മുൻകൂർ ജാമ്യാപേക്ഷയിൽ അറസ്റ്റ് ചെയ്യുന്നത് തടഞ്ഞുകൊണ്ടുള്ള വിധി വരുന്നതിന് തൊട്ട് മുൻപ് കേരള പോലീസിന്റെ കയ്യെത്തും ദൂരത്ത് രാഹുൽ ഉണ്ടായിട്ടും അറസ്റ്റ് ചെയ്തില്ല എന്നതടക്കമുള്ള ഗുരുതര വിമർശനം പോലീസിനെതിരെയും പ്രശാന്ത് ശിവൻ ഒരിക്കൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരും കോൺഗ്രസും രാഹുൽ മാങ്കൂട്ടം തമ്മിൽ ഉണ്ടാക്കിയ ഡീലിന്റെ ഭാഗമായിട്ടാണ് അറസ്റ്റ് ചെയ്യാതെ വൈകിപ്പിച്ചതെന്നും രാഹുൽ ഒളിവിലുള്ള സ്ഥലമെന്നും പോലീസ് അറിയാഞ്ഞിട്ടല്ല എന്നതടക്കമുള്ള വിമർശനവും പ്രശാന്ത് ശിവന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ആരോപണങ്ങൾക്ക് ശേഷം മണ്ഡലത്തിലെത്തിയപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് BJP തന്നെ ഉയർത്തിയിട്ടുള്ളത്. MLA എത്തിയതോടെ വോട്ടിംഗ് കേന്ദ്രത്തിന് മുന്നിൽ CPM BJP പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു. പ്രതിഷേധമുണ്ടായി, കൂവലുണ്ടായി. അതൊന്നും വകവയ്ക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ബൂത്ത് നമ്പർ 2 വോട്ട് ചെയ്ത് മടങ്ങുന്ന കാഴ്ചയൊക്കെ നമ്മൾ രാഷ്ട്രീയ കേരളം കണ്ട കാഴ്ചയാണ്. മാത്രമല്ല, ഏറ്റവും വലിയ വിവാദമായ മറ്റൊരു സംഭവമാണ് നഗരത്തിലെ സ്റ്റേഡിയം ബൈപ്പാസ് റോഡ് ഉദ്ഘാടന ചടങ്ങിനിടെയായിരുന്നു സംഭവം. രാഹുലിനെ പൊതുപരിപാടിയിൽ പങ്കെടുപ്പിക്കില്ലെന്നായിരുന്നു BJPയുടെ നിലപാട്. രാഹുൽ പാലക്കാട് പൊതുപരിപാടിയിൽ പങ്കെടുത്ത ഘട്ടങ്ങളിൽ BJP വ്യാപക പ്രതിഷേധമാണ് ഈ ആരോപണമൊക്കെ ഉയർന്ന സമയത്ത് അഴിച്ചുവിട്ടത്. ലൈംഗിക അതിക്രമ ആരോപണം നേരിട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കൊപ്പം വേദി പങ്കിട്ട പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരനെ വെട്ടാൻ കൃഷ്ണകുമാർ പക്ഷം രംഗത്ത് വന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. രാഹുലിനൊപ്പം വേദി പങ്കിട്ട വിഷയം ചർച്ച ചെയ്യാൻ വിളിച്ച ജില്ലാ കമ്മിറ്റി അടിയന്തര യോഗത്തിൽ പ്രവർത്തകർ പ്രമീളയുടെ രാജി ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. 18 പേരാണ് പ്രമീള രാജിവെക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നത്. പ്രമീളയുടെ പ്രവൃത്തി പ്രവർത്തകരുടെ മനോവീര്യം തകർത്തതായി അഭിപ്രായങ്ങൾ ഉയർന്നു. രാഹുലിനെതിരെ സമരം ചെയ്ത കേസിൽ പ്രതിയായവരോട് പാർട്ടി എന്ത് മറുപടി പറയുമെന്ന് പ്രവർത്തകർ പ്രധാനമായി ചോദ്യമുയർത്തി. പ്രമീളയ്ക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ പാർട്ടി അച്ചടക്കം തകരും. മാധ്യമങ്ങൾക്ക് മുന്നിൽ ചെയ്ത് തെറ്റെന്ന് പ്രമീള ഏറ്റുപറയണം. തെറ്റാണെന്ന് പറഞ്ഞു പരസ്യ പ്രതികരണം നടത്തില്ലെങ്കിൽ രാജിവെച്ച് ഒഴിയണം. പ്രമീളയ്ക്ക് അടുത്ത തവണ സീറ്റ് നൽകരുത് എന്നതടക്കമുള്ള അഭിപ്രായങ്ങൾ യോഗത്തിൽ ഉയർന്നതാണ്. 23 പേർ ഈ ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുത്തിരുന്നു. പ്രമീള ശശിധരൻ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. ഇത്തരത്തിൽ അവരോട് വിശദീകരണം തേടുന്ന സാഹചര്യമുണ്ടായി. വെറും ഒരു പരിപാടിയിൽ ഒന്നിച്ച് പങ്കെടുത്തു എന്ന പേരിലാണ് പ്രമീള ശശിധരൻ ഇത്തരത്തിലുള്ള നടപടിയൊക്കെ പാർട്ടിയിൽ നിന്ന് തന്നെ നേരിടേണ്ടി വന്നത്. നേതൃത്വം ഒരു വിശദീകരണം ചോദിക്കുന്നു. സംഭവത്തിൽ BJP സംസ്ഥാന അധ്യക്ഷനും അതൃപ്തി പ്രകടിപ്പിച്ചതാണ്. പ്രമീളയ്ക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് C കൃഷ്ണകുമാറും ജില്ലാ അധ്യക്ഷനും ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ വലിയ വിവാദങ്ങൾ ഒരു വശത്ത് കത്തി നിന്നതാണ്. അപ്പോൾ ഈ മാസങ്ങൾക്ക് പുറം അവർ ഒരേ വേദിയിൽ എത്തുന്ന സാഹചര്യമുണ്ടായി. ഒരേ പരിപാടിക്ക് MLA പൊതുപരിപാടിയിൽ പങ്കെടുപ്പിക്കില്ല എന്ന വെല്ലുവിളി മുഴക്കിയ BJP MLA ഫ്ലാഗ് ഓഫ് ചെയ്ത പരിപാടിയിൽ പരിപാടിയിൽ പങ്കെടുത്തു എന്നതാണ് വളരെ ശ്രദ്ധേയം. എന്തായാലും അത്തരത്തിൽ വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.